കോഴിക്കോടേക്ക് പോകാം. കണ്ണൂരിൽ നിന്നും ഇനിയും കോഴിക്കോടേക്ക് പോകുന്ന ഘട്ടത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ നൽകുവാൻ അനഘ ഹർഷനാണ് ചേരുന്നത്. അനഘ, രാവിലെ ഈ പ്രധാന കക്ഷിയായി അവിടെ വളർന്ന BJP മേയർ സ്ഥാനത്തേക്കും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. നവ്യ ഹരിദാസ് അവിടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഉച്ചകഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ NDAയുടെ സ്ഥാനാർത്ഥിയാണ്. അവിടെ BJP വിജയിക്കില്ല, കാരണം അവിടെ സ്വാഭാവികമായും LDFന് മേധാവിത്വമുള്ള ഒരു കോർപ്പറേഷനാണ്. പക്ഷേ നിർണായക ശക്തി എന്ന നിലയിൽ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ BJPയുടെ സീറ്റ് നില അവിടെ വലിയ തോതിൽ ഉയർന്നിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണോ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കം BJPയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്? അനഘ, ഗൗതം, ആദ്യഘട്ട മേയർ തെരഞ്ഞെടുപ്പിലുള്ള നടപടിക്രമങ്ങളും ആദ്യഘട്ട തെരഞ്ഞെടുപ്പും പൂർത്തിയായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ 35 അത് LDFനും LDF നിർത്തിയ സ്ഥാനാർത്ഥിക്കും, അതുപോലെ UDF സ്ഥാനാർത്ഥിക്ക് 28ഉം NDAക്ക് 13ഉം എന്നിങ്ങനെയാണ് വോട്ട് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ NDA ഇനി അടുത്ത ഘട്ടത്തിലേക്ക്, രണ്ടാം ഘട്ടത്തിൽ ഉണ്ടാവില്ല. NDA സ്ഥാനാർത്ഥികളെല്ലാം തന്നെ, അതായത് കൗൺസിലർമാരും ഒക്കെ തന്നെ മാറി നിൽക്കും എന്നുള്ളതാണ്. അവർ ഈ ഹാളിന് ഉള്ളിൽ തന്നെയുണ്ട്, പക്ഷേ മറ്റ് വോട്ടെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കില്ല. അങ്ങനെയാണെങ്കിൽ 76 ഡിവിഷനാണ് കോഴിക്കോട് കോർപ്പറേഷനുള്ളത്. ഇനി രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അങ്ങനെ നോക്കുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ 35 സീറ്റ് അത് LDFന് ലഭിക്കും. അസാധു വോട്ടൊന്നും തന്നെ നേരത്തെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. നിലവിൽ ഇപ്പോൾ 35 വോട്ട് അത് LDFന് ലഭിക്കും. 28 വോട്ട് തന്നെയായിരിക്കും UDFനും ലഭിക്കുക. അങ്ങനെ നോക്കുമ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സദാശിവൻ തന്നെയായിരിക്കും മേയർ സ്ഥാനാർത്ഥിയായി ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് തുടർച്ചയായി 45 വർഷമായി കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടത് ഭരണമാണ്. ഇക്കുറി ഏറ്റവും കുറവ് നേട്ടം മാത്രം, അതായത് വെറും 35 സീറ്റ് മാത്രമാണ് LDFന് ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ തങ്ങൾ വർഷങ്ങളായി ഭരിച്ച തങ്ങളുടെ മണ്ണ് എന്ന് അവകാശപ്പെടുന്ന ഇടത്ത് ഏറ്റവും കുറവ് സീറ്റ് മാത്രമാണ് LDFന് നേടാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ വട്ടവും കോഴിക്കോട് കോർപ്പറേഷൻ LDF ഭരണ തുടർച്ച, കോഴിക്കോട് കോർപ്പറേഷൻ മേയർ LDFന്റെ സദാശിവനാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അടുത്ത ഘട്ട സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ്, വോട്ടെടുപ്പ് അല്പസമയത്തിനകം തന്നെ ഇവിടെ ആരംഭിക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടാകും. കാരണം 2020 വെറും 7 സ്ഥാനാർത്ഥി ഉണ്ടായിരുന്ന NDA കൃത്യമായി തന്നെ അവരുടെ ഭൂരിപക്ഷവും മറ്റുമൊക്കെ ഉയർത്തിക്കൊണ്ട് 13ലേക്ക് എത്തിയിട്ടുണ്ട്. ഈ 13 എന്ന് പറയുന്നത് NDA സംബന്ധിച്ച് അതൊരു ചരിത്ര നേട്ടമാണ്. കാരണം ഇടത് കോട്ടയിൽ ചാലപ്പുറം അടക്കമുള്ള കാലങ്ങളായി ഇടതുപക്ഷം ഭരിച്ചിരുന്ന സ്ഥലത്ത് NDA വലിയ മുന്നേറ്റം നടത്തി. 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇടത്ത് പലയിടത്തു നിന്നാണ് 1-ാം സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്. ചാലപ്പുറം പോലുള്ള മണ്ഡലം NDA പിടിച്ചെടുത്തിട്ടുണ്ട്. ഇടത് കോട്ടയാണ്. അതുപോലെ തന്നെ UDFന്റെയും പല സിറ്റിംഗ് സീറ്റും NDA പിടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിജയം NDA സംബന്ധിച്ച് വലിയ ഊർജ്ജമാണ്, കരുത്താണ്. അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേഷനിൽ ഇനി ഇത്രയും കാലം ഇടതുപക്ഷം ഭരിച്ചത് ഏകപക്ഷീയമായ പല തീരുമാനങ്ങളും ഇടതു ഭരണത്തിന്റെ കീഴിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കൃത്യമായി തന്നെ പ്രതിപക്ഷം ശക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ജനവിരുദ്ധമായിട്ടുള്ള പല തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോകാൻ ഇടത് കോർപ്പറേഷൻ ഭരണത്തിന് കഴിയില്ല. അതുകൊണ്ട് കൃത്യമായ പദ്ധതികളൊക്കെ തന്നെ ഒരു ഇടപെടൽ നടത്താണ് NDAക്കും അതുപോലെ കോഴിക്കോട് കോർപ്പറേഷനിലും ഇപ്പോൾ മേയർ സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. അവിടെ LDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കും എന്ന ഉറപ്പാണ്. എങ്കിലും നിർണായക ശക്തിയായി ഇത്തവണ വളർന്ന സാഹചര്യത്തിലാണ് മേയർ സ്ഥാനാർത്ഥിയായും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും BJP NDA സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ഒരു പരീക്ഷണം നടത്തുന്നത്. അനഘയാണ് കോഴിക്കോട്